സുഖമല്ലേ? എനിക്കും സുഖമാണ്. ബീസ്റ്റ് ആൻഡ് ദ ബ്യൂട്ടിയുടെ കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സൗണ്ടിന് ചെറിയ മാറ്റം ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം. ചെറിയ തൊണ്ടവേദന ഉണ്ട്. കുറേ നാൾ ഇല്ലാണ്ടിരുന്നു, ഇപ്പോഴാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു കടുപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ ശരി, നമുക്ക് അടുത്ത എപ്പിസോഡിലോട്ട് പോകാം. ദിവസങ്ങൾ കടന്നുപോയി. ഗൗതമിൻ്റെ കേസിൻ്റെ ഫസ്റ്റ് ഹിയറിംഗ് ഡേറ്റ് എത്തി. നാളെയാണത്. അതിന് മുന്നോടിയായി അലക്സ് ഗൗരിയെ കാണാനായി ഹോസ്പിറ്റലിലെത്തി. അലക്സ് അവൾക്ക് വേണ്ടി വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്തിരുന്നു. സാർ വന്നിട്ട് കുറേ നേരമായോ? അത് സാരല്ല, താൻ ഡ്യൂട്ടിയിലായിരുന്നല്ലോ. പിന്നെ നാളത്തെ ദിവസത്തെ പ്രത്യേകത അറിയാമല്ലോ? അറിയാം സാർ. നാളെ കൊണ്ട് തന്നെ വിധി ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. ബട്ട് ഈ കേസിൽ ആദ്യത്തെ വിചാരണ ആയതുകൊണ്ട് നമുക്ക് ടെൻഷനുണ്ട്. കാരണം ഈ വിചാരണ ചീറ്റിപ്പോയാൽ പിന്നെ ബാക്കിയെല്ലാം കൈവിട്ടുമെന്ന് അർത്ഥം. അറിയാം സാർ. നമ്മുടെ വക്കീൽ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കില്ലല്ലേ? പറഞ്ഞു, ഓൾമോസ്റ്റ്. പിന്നെ ഇതിൽ കൈന്നിട്ടൊന്നും പറയാനില്ലല്ലോ. കണ്ട സത്യങ്ങൾ വിളിച്ച് പറഞ്ഞാൽ മതിയല്ലോ. എന്നാലും എതിർഭാഗത്ത് വൈദേഹി ആയതുകൊണ്ട് നമ്മളൊന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ പോലും വിശ്വസിച്ചു പോകുന്ന തരത്തിലുള്ള കള്ളക്കഥകൾ കൊണ്ട് നിരത്തും. കേട്ടാൽ നമ്മൾ പോലും അതങ്ങനെ ആയിരുന്നു എന്ന് ചിന്തിക്കും. അതുതന്നെയാണ് അവരുടെ വിജയവും. അവർ വാദിച്ചിട്ടുള്ള ഒരു കേസും ഇതുവരെ തോറ്റിട്ടില്ല. ഡോണ്ട് വറി സാർ. ഈ റെക്കോർഡും ഈ കേസോടെ മാറും. അവർ തോൽക്കാൻ പോകുന്ന ആദ്യത്തെ കേസ് ഇതായിരിക്കും. മേ ബി. ഐ അപ്രീഷിയേറ്റ് യുവർ കോൺഫിഡൻസ്. ആൻഡ് ഞങ്ങളുടെ പ്രതീക്ഷ ഗൗരിയിൽ മാത്രമാണ്. കാരണം പോലീസിന് ഇതുവരെയും മറ്റ് തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയായിട്ട് കോടതി കണക്കാക്കും. പിന്നെ ചില CCTV ഫുട്ടേജും വേറെ ചില സാക്ഷിമൊഴികളും ഉണ്ട്. ബട്ട് ഞങ്ങൾക്ക് അതിലൊന്നും ഉറപ്പില്ല. അങ്ങനെ വരുമ്പോൾ ഗൗരിയുടെ മൊഴി മാത്രമാണ് ഞങ്ങളുടെ ഏക ആശ്രയം. ഗൗരിയിൽ മാത്രമാണ് ഞങ്ങൾക്ക് വിശ്വാസം. ഡെഫിനറ്റ്ലി യു ക്യാൻ ട്രസ്റ്റ് മീ സാർ. ഞാൻ പറഞ്ഞില്ലേ, ഏത് കോടതിയിൽ വേണമെങ്കിലും ഞാൻ കണ്ട സത്യം വിളിച്ച് പറയാൻ ഒരുക്കമാണ്. അത് എത്ര തവണ ആവർത്തിക്കേണ്ടി വന്നാലും എനിക്ക് ബുദ്ധിമുട്ടില്ല സാർ. ഗുഡ്. ഓക്കെ, ഐ എം ലീവിങ് നൗ. ബാക്കിയെല്ലാം നാളെ. ഓക്കെ സാർ. നാളെ 8 മണിക്ക് തന്നെ കോർട്ടിലെത്തണം. ഷുവർ. ഓക്കെ, സീ യു ടുമോറോ. അവൾ അതേന്ന് തലയാട്ടി. കുറച്ച് കഴിഞ്ഞ് അലക്സ് അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഗൗരി ജനാല തുറന്നിട്ട് പുറത്തേക്ക് എന്തോ നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ഗൗതം അവിടേക്ക് വന്നു. ഗൗതം പതിവിലും ലേറ്റായിട്ടാണ് എത്തിയത്. താനിതുവരെ ഉറങ്ങിയില്ലേ? നോ. വൈ? ഉറക്കം വരുന്നില്ല. ഓ, നാളത്തെ ദിവസത്തെക്കുറിച്ച് ആലോചിച്ചുള്ള ടെൻഷനായിരിക്കും അല്ലേ? അതിനവളൊന്നും മിണ്ടിയില്ല. താൻ ഏറെ കാത്തിരുന്ന ദിവസമല്ലേ നാളെ? താൻ ആഗ്രഹിച്ച ദിവസം. പേടിയുണ്ടോ? എന്തിന്? അല്ല, തോറ്റുപോകുമെന്ന്. നോ വേ. പിന്നെന്താ മുഖത്തൊരു മ്ലാനത? എൻ്റെ മുഖനോട് ഞാൻ പേടിച്ചിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. നോട്ട് ഷുവർ. ബട്ട് എനിക്ക് പേടിയുണ്ട്. എന്തിനാണെന്നല്ലേ? എൻ്റെ ലക്ഷ്യം നിറവേറുന്നതിന് മുന്നേ ജയിലിൽ പോകേണ്ടി വരുമോ എന്നും. എനിക്ക് ജയിലിൽ പോകാനൊരു മടിയില്ല. പക്ഷെ അതിനു മുന്നേ നിൻ്റെ മനസ്സിലൊരിടം കണ്ടെത്തണം. മറ്റൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നിൻ്റെ മനസ്സ് കീഴടക്കിയാൽ ഈ ലോകം കീഴടക്കിയതിന് തുല്യമല്ലേ? വൈ ആർ യു ടോക്കിംഗ് ലൈക്ക് ദാറ്റ്? എങ്ങനെയെങ്കിലും നല്ലവനെ പോലെ അഭിനയിക്കുന്നതാ. ഈവൻ അങ്ങനെ അല്ലാതിരുന്നിട്ട് കൂടി താൻ എന്താണെന്നും താൻ എങ്ങനെയുള്ളവനാണെന്നും എനിക്ക് നന്നായി അറിയാം. ഒരു പക്ഷേ മറ്റാരെക്കാളും കൂടുതൽ അത് നേരിട്ട് കണ്ടിട്ടുള്ളവനാണ് ഞാൻ. തൻ്റെ ഡെവിൾ സൈഡ്. ഒരു മനുഷ്യജീവനെ യാതൊരു ദയവും ദാക്ഷിണ്യമില്ലാതെ കൊല്ലാനുള്ള മനസ്സ് തനിക്കുണ്ടെങ്കിൽ താനൊരു ഡെവിൾ തന്നെയാണ്. എന്നിട്ട് എന്തിനാണ് ഈ നാടകം? ആരെ ബോധ്യപ്പെടുത്താനാ ഈ അഭിനയം? എന്നെയോ? നോ, നിന്നെ എന്നല്ല, ഒരുത്തനെ എനിക്ക് ഞാൻ എന്താണെന്ന് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു അഭിനയത്തിൻ്റെ ആവശ്യവുമില്ല. യു നോ വാട്ട്? എൻ്റെ ഉള്ളിലുള്ളത് തന്നെയാണ് ഞാൻ പുറത്ത് കാണിക്കുന്നത്. അത് സ്നേഹമാണെങ്കിലും വെറുപ്പാണെങ്കിലും എന്ത് കുന്തമാണെങ്കിലും ഞാനത് പുറത്ത് പ്രകടിപ്പിക്കുന്നുണ്ട്. അല്ല, നിന്നെപ്പോലെ ഉള്ളിലൊന്ന് വെച്ച് പുറത്ത് വേറെ ഒന്നും പ്രകടിപ്പിക്കാറില്ല. ആക്ച്വലി അഭിനയിക്കുന്നത് നീയാ, ഞാനല്ല. അറ്റ്ലീസ്റ്റ് ഞാൻ എൻ്റെ ഫീലിങ്സ് എങ്കിലും പുറത്ത് കാണിക്കാറുണ്ട്. എനിക്ക് തോന്നുന്ന ദേഷ്യവും സ്നേഹവും ഒന്നും ഞാൻ മറച്ചു പിടിക്കാറില്ല. പക്ഷെ നീയോ, ഉള്ളിൽ എന്ത് ഫീലിങ്സ് ഉണ്ടായാലും അതൊക്കെ മറച്ച് പുറത്ത് വെറും ദേഷ്യവും വെറുപ്പും മാത്രം കാണിക്കുന്നത് നീയല്ലേ? ഓ റിയലി? അപ്പോൾ താൻ പറഞ്ഞു വരുന്നത് എൻ്റെ മനസ്സിൽ തനിക്ക് വേണ്ടിയുള്ള ഫീലിങ്സ് ഇളകി മറിഞ്ഞിട്ടും ഞാനത് പുറത്ത് കാണിക്കുന്നില്ല എന്നാണോ? യെസ്? നോ.
ഡെഫിനറ്റ്ലി നോ. താൻ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പോലെ എൻ്റെ മനസ്സിൽ തനിക്ക് വേണ്ടി ഒരു ഫീലിങ്സും ഇതുവരെയും തോന്നിയിട്ടില്ല. ഇനി തോന്നിയില്ല, തോന്നിപ്പിക്കും ഈ ഗൗതം. അതുമാത്രമല്ല, എനിക്ക് വേണ്ടി തുടിക്കുന്ന ഒരു ഹൃദയവും നിനക്കൊണ്ട് ഞാൻ അറിയിക്കും. നീ പുച്ഛിക്കണ്ട, വേണമെങ്കിൽ നീ എഴുതി വെച്ചോ. 90 ദിവസത്തിനുള്ളിൽ ഞാനിത് നിന്നെ അറിയിക്കും. ഈ വീട്ടിൽ ഇതേ റൂമിൽ നിന്ന് തിരിച്ചറിയും എനിക്ക് വേണ്ടി നിൻ്റെ ഹൃദയം തുടിക്കുന്നുണ്ടെന്ന്. മാത്രമല്ല, എനിക്ക് വേണ്ടി നിൻ്റെ ഈ കണ്ണുകൾ കലങ്ങുന്നുണ്ടെന്ന് നീ അറിയും. യു നോ സംതിങ് ഗൗതം, താൻ ഈയിടെയായി ഒരു സ്വപ്നജീവി ആകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. കാരണം താനിങ്ങനെ ആവശ്യത്തിനും അനാവശ്യത്തിനൊക്കെ വെറുതെ നടക്കാത്ത സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓഫ് കോഴ്സ്, എന്ത് ചെയ്യാനാ, എൻ്റെ സ്വപ്നങ്ങളിൽ പോലും നീയാണല്ലോ വരുന്നത്. അപ്പോൾ എനിക്കൊരു സ്വപ്നജീവി ആയല്ലേ പറ്റൂ. ഓ വാവ്, സാഹിത്യമൊക്കെ വഴങ്ങുന്നുണ്ടല്ലോ ദ ഗ്രേറ്റ് ഗൗതം ശങ്കറിന്. ഹോണസ്റ്റ്ലി യു ആർ റൈറ്റ്. നിന്നെ വർണ്ണിക്കാനുള്ള വാക്കുകൾ തേടി ഞാനൊരു കവിയായി പോകുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഷട്ട് അപ്പ് ആൻഡ് സ്റ്റോപ്പ് ഇറ്റ് യുവർ നോൺസെൻസ് ടോക്ക്, ഓക്കെ? തൻ്റെ ഈ പഞ്ചാരടിയും ശൃംഗാരം കൊണ്ട് വീണു പോകുമെന്ന് വിചാരിക്കണ്ട ഈ ഗൗരി. ദെൻ വൈ ആർ ഷൗട്ടിങ്? എൻ്റെ വാക്കുകൾ വീണു പോകില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നീ എന്തിനെങ്ങനെ പാനിക്കാകുന്നേ? എന്തിനാ എൻ്റെ വാക്കുകളെ തടയുന്നേ? പേടിയുണ്ടോ എൻ്റെ അന്തർജനത്തിന്? എൻ്റെ വാക്കുകൾ മയങ്ങിപ്പോകുമെന്ന്? നോ വേ. ഓക്കെ, നീ ഇപ്പോൾ ഇങ്ങനെയേ പറയും. അതെനിക്കറിയാം. ടൈമുണ്ടല്ലോ, 90 ദിവസത്തെ ടൈമുണ്ടല്ലോ. അതിനകത്ത് വെച്ച് നിൻ്റെ ഈ വാക്കുകൾ മാറും, നിൻ്റെ തീരുമാനങ്ങളും മാറും. കാണിക്കാം. എനിവേ, ഞാനിപ്പോൾ പോകുന്നു. ഇന്ന് രാത്രി എൻ്റെ ശല്യമില്ലാതെ നിനക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാം. നാളെ നമുക്ക് കോർട്ടിൽ വെച്ച് മീറ്റ് ചെയ്യാം. ബൈ സ്വീറ്റ് ഹാർട്ട്, സ്ലീപ്പ് വെൽ, ഓക്കെ? ഗുഡ് നൈറ്റ്. ഗൗരി സിദ്ധാർത്ഥിനൊപ്പമാണ് കോടതിയിലെത്തിയത്. അവർ നേരെ അവരുടെ വക്കീലിൻ്റെ റൂമിലേക്ക് ചെന്നു. ഗൗരി, കമോൺ സിറ്റ്. താങ്ക് യു സർ. പിന്നെ ആർ യു റെഡി? ടെൻഷനൊന്നും ഇല്ലല്ലോ അല്ലേ? ഏയ്, പിന്നെ ചോദിക്കാനുള്ള ചോദ്യങ്ങളെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഉണ്ട് സർ. എതിർഭാഗത്ത് വൈദേഹി ആയതുകൊണ്ട് ചോദ്യം വളച്ചും ഓടിച്ചും കുഴഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. അത് സാരമില്ല സാർ, എത്രയൊക്കെ വളച്ചാലും ഓടിച്ചാലും സത്യത്തെ ഇല്ലാതാക്കാൻ കഴിയില്ലല്ലോ. അതെന്നാലും പുറത്ത് വന്നല്ലേ പറ്റൂ. അത് ശരിയാണ്. ബട്ട് കേസ് കുഴയും തോറും വിധി വൈകും. അതിനനുസരിച്ച് തെളിവുകൾ നശിപ്പിക്കപ്പെടാം, സാക്ഷികൾ കൂറുമാറപ്പെടാം. അതാ കുഴപ്പം. ബട്ട് ഞാൻ മാറില്ല സാർ. ഐ നോ. അലക്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട് തന്നെക്കുറിച്ച്. എനിവേ, ഞാൻ തനിക്കൊരാളെ പരിചയപ്പെടുത്താം. ഗീത മാം. അവൾ ആകാംക്ഷയുടെ പുറത്തേക്ക് നോക്കി. ചേച്ചിയോ? മോളാണ് ആ സാക്ഷി? ആ, ചേച്ചി എന്താ ഇവിടെ? ഗൗരി, ഇവരാണ് കൊല്ലപ്പെട്ട വിക്രമിൻ്റെ ഭാര്യ. ഓ, ഗൗരിക്കതൊരു ഞെട്ടലായിരുന്നു. ചേച്ചി അന്ന് പറഞ്ഞ ഞാൻ അനുസരിക്കാതിരുന്നതുകൊണ്ടാണ് ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത്. ആ ഗോഡൗണിൻ്റെ ഭാഗത്തേക്ക് ചെല്ലണ്ടെന്ന് പറഞ്ഞിട്ടും എനിക്ക് പോകാതിരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ടാ ഞാനെന്നൊരു സാക്ഷി ഉണ്ടായത്. നമ്മളെന്തൊക്കെ പറഞ്ഞാലും ദൈവം ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടല്ലോ. ദൈവം ആ മോളെ അവിടെ എത്തിച്ചത്. ഇല്ലെങ്കിൽ ഒരു തെളിവും ഇല്ലാത്ത കേസുകളുടെ കൂട്ടത്തിൽ ഈ കേസും അകപ്പെട്ടേനെ. ദൈവം ഉണ്ട് ചേച്ചി. ദൈവം ചേച്ചിയെ ഒരിക്കലും കൈവിടില്ല. പിന്നെ മോളെ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്താക്കി. സുഖമില്ലാത്ത കുഞ്ഞല്ലേ അവൾ അച്ഛനെ തിരയാറുണ്ടോ? പലപ്പോഴും. അച്ഛനില്ലയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന പ്രായം ആയില്ലല്ലോ അവൾക്ക്. അവൾ നേരിയ വിഷമത്തോടെ സിദ്ധാർത്ഥനെ നോക്കി. ഈ സംഭവത്തിന് ശേഷം ശങ്കർ ഗ്രൂപ്പ്സിൽ നിന്ന് ആരെങ്കിലും വന്നായിരുന്നോ? ഇല്ല, അവിടെ നിന്ന് ഒരാൾ പോലും വന്നില്ല. മോളുടെ അച്ഛൻ 4 വർഷം അവിടെയാണ് ജോലി ചെയ്തത്. എന്നിട്ട് ഒരു നോക്ക് പോലും അവിടെ നിന്ന് തിരിഞ്ഞു നോക്കിയില്ല ആരും. അത് കേട്ടതും ഗൗരിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി ഗൗതമിനോട്. സാർ, നമുക്കതൊരു തെളിവായി കണക്കാക്കിക്കൂടെ? സ്വന്തം കമ്പനിയിലെ ഒരു സ്റ്റാഫ് കൊല്ലപ്പെട്ടിട്ടും ആ കുടുംബത്തെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഒരു തവണ പോലും ചെല്ലാത്തത്. യെസ്, ഇതൊരു പോയിൻ്റ് തന്നെയാണ്. ബട്ട് ഇതൊരു തെളിവായി കണക്കാക്കാൻ കഴിയില്ല. എന്നാലും ഒരു വാദത്തിന് പറയാം. കൊല്ലപ്പെട്ട് ഇത്ര നാളായിട്ടും എന്തുകൊണ്ട് കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഒരു മര്യാദ ആ കുടുംബത്തിന് മേലുണ്ടായില്ല എന്ന ചോദ്യത്തിന് ഗൗതമിന് പ്രോപ്പറായിട്ട് ഉത്തരം നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കതൊരു ബെനിഫിറ്റ് ആയിരിക്കും. ഓക്കെ, നമുക്കിപ്പോൾ കോർട്ടിലേക്ക് ചെല്ലാം. അവിടെ നമുക്ക് ഈ വക്കാലത്ത് സമർപ്പിക്കേണ്ടതുണ്ട്. വരൂ.
കുറച്ച് കഴിഞ്ഞതും അവിടെ ഒന്ന് രണ്ട് കാറുകൾ വന്നു നിന്നു. അതെ, അത് ഗൗതമും വൈദേഹിയും ഒക്കെ തന്നെയായിരുന്നു. ഹാ, ഭാര്യ നേരത്തെ ഹാജരാണല്ലോ. ആ, ഈ കേസ് വാദിക്കാൻ അവരുടെ വക്കീലിനേക്കാളും താല്പര്യം ഇവക്കായിരിക്കും. ആഹാ, നല്ല സ്നേഹമാണല്ലോ നിന്നോട്. ആ, കുറച്ച്. ഇത് കുറച്ചൊന്നുമല്ല, അല്പം കൂടുതലാണെങ്കിലേ ഉള്ളൂ. വാ നോക്കാം നിൻ്റെ ഭാര്യയ്ക്ക് നിന്നോട് എത്രത്തോളം സ്നേഹമുണ്ടെന്ന്. അവർ മൂവരും അകത്തേക്ക് ചെന്നു. 12 മണിയോടെ ഈ കേസിൻ്റെ ട്രയൽ സ്റ്റാർട്ടായി. കേസിലെ പ്രതിയെന്ന് സംശയിക്കുന്ന നിലയിൽ ആദ്യം ഗൗതമിനെ വിസ്തരിച്ചു. ഇരു കൂട്ടരുടെയും വാദത്തിന് ശേഷം കേസിലെ ചില സാക്ഷികളെയും വിസ്തരിച്ചു. എല്ലാവരും ഗോഡൌണിനടുത്ത് വെച്ച് ഗൗതമിനെ കണ്ടതായി തന്നെ മൊഴി നൽകി. അടുത്തത് ഗൗരിയുടെ ഹിയറിംഗ് ആയിരുന്നു. അവളെ വിസ്തരിക്കാനായി വൈദേഹി എഴുന്നേറ്റു. ആദ്യമായി കോടതിയെയും വക്കീലിനെയും ജഡ്ജിനെയൊക്കെ അഭിമുഖീകരിക്കുന്നതിൻ്റെ ചെറിയൊരു ടെൻഷൻ അവൾക്കുണ്ടായിരുന്നു. അതുമാത്രമല്ല, വൈദേഹിയുടെ നോട്ടം തന്നെ അവളെ ചെറുതായി നെർവസ് ആക്കുന്നുണ്ടായിരുന്നു. മിസ്സസ് ഗൗരികൃഷ്ണ അല്ലേ? അതെ. ഹോളി ക്രോസ് ഹോസ്പിറ്റലിലെ മെയിൻ സർജനിൽ ഒരാൾ, റൈറ്റ്? യെസ്. ഓക്കെ. എത്ര വർഷമായി നിങ്ങളവിടെ ജോലി ചെയ്യുന്നു? 3 വർഷം. ഈ 3 വർഷങ്ങൾക്കിടയിൽ നിങ്ങൾക്കെതിരെ എത്ര കംപ്ലൈൻ്റ് ഉണ്ടെന്നറിയാമോ ഹോസ്പിറ്റലിൽ? നോ. ഓക്കെ. ഈ നിൽക്കുന്ന ഗൗതമിനെ അറിയാമോ? അറിയാം. എത്ര നാളായിട്ടറിയാം? ഓൾമോസ്റ്റ് 1.5 മാസം. എക്സാക്റ്റായിട്ട് പറഞ്ഞാൽ ഈ കൊലപാതകം നടക്കുന്നതിൻ്റെ അന്നാണോ? നോ, അതിന് 2 ദിവസത്തിന് മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട്. അതെ, കണ്ടിട്ടുണ്ട്. പരിചയപ്പെട്ടിട്ടുണ്ടോ? നോ, പരിചയപ്പെട്ടിട്ടില്ല. പിന്നെ ഓക്കെ, അതവിടെ നിൽക്കട്ടെ. സംഭവം നടക്കുന്ന അന്ന്, അതായത് നവംബർ 22-ന് നിങ്ങളുടെ വീടുമായി 7 കിലോമീറ്റർ അകലെയുള്ള ആളൊഴിഞ്ഞ ഗോഡനിലേക്ക് നിങ്ങൾ എന്തിനാണ് പോയത്? അല്ല, ഞാൻ ഗോഡനിലേക്കല്ല പോയത്. പിന്നെ കൊല്ലപ്പെട്ട വിക്രമിൻ്റെ വീട്ടിലേക്കാണ്. എന്തിനാണെന്ന് വ്യക്തമായി കോടതിയെ ബോധിപ്പിക്കും. വിക്രം കൊല്ലപ്പെട്ടതിൻ്റെ അന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാനുള്ള കാരണം നിങ്ങൾ തമ്മിൽ അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടോ? നോ, എനിക്ക് അയാൾ ആരെന്ന് ഈ നിമിഷം വരെ അറിയില്ല. അയാളുടെ മുഖം പോലും ഞാൻ വ്യക്തമായി കണ്ടിട്ടില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് അന്ന് ആ ഗോഡൗണിലേക്കും അയാളുടെ വീട്ടിലേക്കും ചെന്നത്? ഞാൻ അദ്ദേഹത്തിൻ്റെ മകളെ കാണാൻ ചെന്നതാണ്. കാരണം ആ കുട്ടി ഈ സംഭവത്തിന് തലേന്ന് വരെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലുണ്ടായിരുന്നു. ആ കുഞ്ഞൊരു ഹാർട്ട് പേഷ്യൻ്റാണ്. അവളുടെ സർജറി ഞാനാണ് നടത്തിയത്. കുഞ്ഞു മോളായതുകൊണ്ട് ഞാൻ അവളുടെ കാര്യം ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ചിരുന്നു. ഈ സംഭവം നടക്കുന്നതിൻ്റെ തലേന്നാണ് ആ കുട്ടി ഡിസ്ചാർജ് ആയത്. അന്ന് മുഴുവൻ അവൾ എന്നെ കാണാൻ കരഞ്ഞു എന്ന് ഗീത മാം വിളിച്ചറിയിച്ചതുകൊണ്ടാണ് പിറ്റേന്ന് രാവിലെ ഞാൻ അവളെ കാണാനായി അവളുടെ വീട്ടിലേക്ക് ചെന്നത്. ശരി, അവിടെ എത്ര മണിക്കെത്തി? കറക്റ്റ് ടൈം അറിയില്ല. ഏകദേശ സമയം പറയൂ. ഒരു 8 മണി കഴിഞ്ഞിരിക്കും. 8 മണി കഴിഞ്ഞോ അതോ 8 മണിക്കോ? 8 മണി ആയിരിക്കും. ഓക്കെ, 8 മണി. നിങ്ങളവിടെ എത്ര സമയം ചിലവഴിച്ചു? ഒരു 15 to 20 മിനിറ്റ്. ഓക്കെ, അപ്പോൾ 20 മിനിറ്റ് കണക്കാക്കാം. അപ്പോൾ സമയം 8:20. അവിടെ നിന്ന് എത്ര മിനിറ്റ് നടന്നാൽ ഗോഡൗണിലെത്തും? ഒരു 5 മിനിറ്റ്. അപ്പോൾ നിങ്ങൾ ഗോഡൗണിലെത്തിയപ്പോൾ സമയം 8:25. യുവർ ഓണർ, ഇതുവരെയുള്ളത് ശരിയാണ്. കൊല്ലപ്പെട്ട വിക്രമിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഏകദേശം ഈ സമയം തന്നെയാണ്. 8:20-നും 8:35-നും ഇടയ്ക്ക് എന്നാണ് അതിൽ പറയുന്ന സമയം. അങ്ങനെയെങ്കിൽ ഇവർ കണ്ടത് ഏത് ഗൗതമിനെയാണെന്നാണ് ഇപ്പോൾ എൻ്റെ സംശയം. ബിക്കോസ് ഈ പറയുന്ന സമയത്ത്, അതായത് 8:20-നും 8:35-നും ഇടയ്ക്ക് ഗൗതം ആ സംഭവ സ്ഥലത്ത് ഇല്ലായിരുന്നു. ഈ പറയുന്ന എക്സാക്ട് ടൈമിൽ ഗൗതമിൻ്റെ കാർ ഒരു പെട്രോൾ പമ്പിന് മുന്നിലായിരുന്നു. ഇത് ആ പെട്രോൾ പമ്പിൻ്റെ CCTV ഫുട്ടേജാണ്. ഈ പറയുന്ന സമയത്ത് ഗൗതം ആ ഗോഡൗണിൽ ഇല്ലായിരുന്നു എന്നതിൻ്റെ തെളിവാണിത്. അങ്ങനെയെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ കണ്ടത് ആക്ച്വലി ആരെയാണ്? ഏത് ഗൗതമിനാണ് നിങ്ങൾ ആ ഗോഡൗണിൽ കണ്ടത്? ഗൗരിക്ക് അപ്പോഴാണ് വൈദേഹി എന്തുകൊണ്ടാണ് ഓരോ മിനിറ്റുകളിലെയും കണക്ക് എടുത്തെടുത്ത് ചോദിച്ചതെന്നുള്ളത് മനസ്സിലായത്.
ഞാൻ ഈ ഗൗതമിനെ തന്നെയാണ് കണ്ടത്. ഇയാളെ ഏത് ഇരുട്ടത്ത് വെച്ച് കണ്ടാലും എനിക്ക് തിരിച്ചറിയാം. ഇയാളെ തന്നെയാണ് ഞാൻ കണ്ടത്. വെയിറ്റ്, നേരത്തെ നിങ്ങൾ പറഞ്ഞു കൊല്ലപ്പെട്ടയാളുടെ മുഖം പോലും നിങ്ങൾ നേരെ കണ്ടില്ല എന്ന്. അങ്ങനെയെങ്കിൽ ഈ ഗൗതമിൻ്റെ മുഖം മാത്രം നിങ്ങൾ എങ്ങനെ കണ്ടു? അതാ ഞാൻ പറഞ്ഞത്, ഇയാളുടെ നിഴൽ പോലും കണ്ടാൽ എനിക്ക് തിരിച്ചറിയാനാകും. കാരണം പറയൂ. എന്താ കാരണം ഞാൻ പറയട്ടെ. കാരണം നിങ്ങൾക്ക് ഇയാളോട് വെറുപ്പാണ്, ദേഷ്യമാണ്, പകയാണ്. വെറും നിങ്ങളുടെ മുൻകോപവും പകയും കാരണമാണ് ഈ നിൽക്കുന്ന എൻ്റെ കക്ഷി ഗൗതം ഇന്ന് ഈ പ്രതിക്കൂട്ട് നിൽക്കേണ്ടി വന്നത്. നിങ്ങളുടെ പക കാരണമാണ് നിങ്ങൾ ഈ നിൽക്കുന്ന ഗൗതമിന് ചികിത്സ നിശ്ചയിച്ചത്, ശരിയല്ലേ? അവളൊന്നും മനസ്സിലാകാതെ വൈദേഹി തന്നെ നോക്കി. ഓണർ, ഇവരുടെ ദേഷ്യത്തിൻ്റെ റീസൺ അറിയണമെങ്കിൽ ഒരു 1.5 മാസം മുന്നേ നടന്ന ഒരു ഇൻസിഡൻറ്റിലേക്ക് ചെല്ലണം. ഇവർ ആദ്യമായി കണ്ടുമുട്ടിയത് എങ്ങനെയാണെന്ന് അറിയണം. നിങ്ങൾ ആദ്യമായി ഒരു പബ്ബിൽ വെച്ചാണ് കണ്ടുമുട്ടിയത് നേരത്തെ പറഞ്ഞില്ലേ? അതൊരു വാക്കുതർക്കത്തിലൂടെയല്ലേ? നിങ്ങൾ തമ്മിൽ ഒരു വാക്കേറ്റം ഉണ്ടായില്ലേ അന്ന്? ഉണ്ടായി. അതിൻ്റെ റീസൺ എന്തായിരുന്നു? ഇയാളൊരു പെൺകുട്ടിയോട് മിസ്ബിഹേവ് ചെയ്യുന്നത് ഞാൻ ചോദ്യം ചെയ്തു. അതിൽ ഷുഫീദനായി ഇയാൾ എന്നോട് മോശമായ രീതിയിൽ സംസാരിച്ചു. നുണ. അന്ന് ഗൗതമിനൊപ്പം ഉണ്ടായിരുന്നത് ഗൗതമിൻ്റെ ഗേൾ ഫ്രണ്ടായിരുന്നു. അവർ തമ്മിൽ സംസാരിച്ചിരിക്കവേ മിസ്ബിഹേവിംഗ് ആണെന്ന് കരുതി സദാചാരം ചമഞ്ഞത് നിങ്ങളായിരുന്നു. അതിനെ തിരിച്ച് ചോദ്യം ചെയ്ത ഗൗതമിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് നിങ്ങളായിരുന്നു. ഇതല്ലേ ശരി? ബഹുമാനപ്പെട്ട കോടതിയെ ഞാൻ ഒരു കാര്യം കൂടി ബോധിപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. ഈ നിൽക്കുന്ന ഗൗരിക്ക് ചില സമയങ്ങളിൽ തന്നെ നിയന്ത്രിക്കാൻ കഴിയാറില്ല. ഇവർ പലപ്പോഴും സ്വയം മറന്ന് പ്രതികരിച്ച് പോകാറുണ്ട്. ഇവരുടെ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ ഇവരുടെ പേരിൽ 18 കംപ്ലൈൻറ്റുകളാണ് ഇവർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ പലതും ഇവരുടെ പ്രൊഫഷണൽ മറന്നുകൊണ്ടുള്ള മുൻകോപം തന്നെയാണ് കാരണം. ആ മുൻകോപത്തിന് ഇരയായിട്ടുള്ള ആളാണ് എൻ്റെ കക്ഷി ഗൗതം. മുറിവേറ്റ് ബ്ലീഡ് ചെയ്യുന്ന അവസ്ഥയിൽ കയറി ചെന്ന ഈ ഗൗതമിനെ മുൻ വൈരാഗ്യത്തിൻ്റെ പേരിൽ ചികിത്സിക്കില്ല എന്ന് വാശി പിടിച്ചിട്ടുള്ള ആളാണ് ഈ ഗൗരി. ശരിയല്ലേ മിസ്സസ് ഗൗരി? നോ, അങ്ങനെയല്ല. കത്തിക്കുത്തായതുകൊണ്ട് പോലീസിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇയാൾ എന്നെ തടഞ്ഞു. പോലീസിൽ റിപ്പോർട്ട് ചെയ്ത് ഡ്രസ്സ് ചെയ്യാൻ കഴിയില്ല എന്ന് ഞാനും പറഞ്ഞു. അല്ലാതെ ആർക്ക് ചികിത്സ നിശ്ചയിച്ചിട്ടില്ല. ഓക്കെ. ഈ സംഭവം നടക്കുന്നത് എന്നാണ്? അത് ഈ മർഡർ നടന്ന അന്ന്. വാട്ട് ഡിഡ് യു സേ? നിങ്ങൾ ഗൗതം കുത്തിക്കൊല്ലുന്നത് കണ്ടു എന്ന് പറയുന്ന അന്ന് ഗൗതം നിങ്ങളുടെ അടുത്ത് വന്നിരുന്നു. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇക്കാര്യം പോലീസിനെ അറിയിച്ചില്ല? എന്തുകൊണ്ട് പോലീസിനെ വിളിച്ചു വരുത്തിയില്ല? അല്ലെങ്കിൽ തന്നെ ഒരു മർഡർ നേരിട്ട് കണ്ടിട്ടും ഗൗരി എന്തുകൊണ്ട് പോലീസിൽ അറിയിച്ചില്ല? ഒരു പക്ഷേ നിങ്ങളത് നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു ജീവൻ രക്ഷിക്കാനായനെ. എന്തുകൊണ്ടാണ് നിങ്ങളത് ചെയ്തില്ല? അപ്പോൾ വിക്രമിൻ്റെ കൊലപാതകത്തിന് അറിഞ്ഞോ അറിയാതെയോ നിങ്ങളും ഒരു കാരണക്കാരിയാണ്. നോ, ഒരിക്കലുമില്ല. എനിക്ക് ആ സമയത്ത് അങ്ങനെ തോന്നിയില്ല. പെട്ടെന്നുള്ള ഷോക്കിൽ ഞാൻ ഭയന്നുപോയി. അതാ എനിക്ക് പോലീസിനെ അറിയിക്കണം എന്നുള്ള മൈൻഡ് പോവാതിരുന്നത്. ഓക്കെ. അത് കഴിഞ്ഞ് ഗൗതമിനെ നേരിട്ട് കണ്ടിട്ടും നിങ്ങൾക്ക് പോലീസിനെ അറിയിക്കണമെന്ന് തോന്നിയില്ല. വൈ? കാരണം അത് ചെയ്തത് ഗൗതമല്ല എന്ന് നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട്. ഇവർ ഓണർ, ചുരുക്കത്തിൽ സംഭവം ഇത്രയേ ഉള്ളൂ. ഗൗരി ഗോഡൌണിൽ വെച്ച് ആരോ ഒരാൾ വിക്രമിനെ കൊല ചെയ്യുന്നത് കാണുന്നു. ഓടി ഹോസ്പിറ്റലിലെത്തുന്നു. അവിടെ വച്ച് ഗൗതമിനെ കാണുന്നു. തൻ്റെ കയ്യിലെ പരിക്ക് ചികിത്സിക്കാൻ ആവശ്യപ്പെടുന്നു. അയാളുള്ള മുൻ വൈരാഗ്യം കാരണം ചികിത്സിക്കാൻ തയ്യാറാകുന്നില്ല ഗൗരി. ചികിത്സ നിഷേധിച്ചതിന് ഗൗതം ചോദ്യം ചെയ്യുന്നു, ഒച്ചവയ്ക്കുന്നു. ഹോസ്പിറ്റൽ സൂപ്രണ്ട് വന്ന് പ്രശ്നം സോൾവ് ആക്കുന്നു. ഗൗരിയോട് ഗൗതമിന് ആവശ്യമുള്ള ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെടുന്നു. അതോടുകൂടി ഗൗരിക്ക് തൻ്റെ വാശി വിജയിക്കാത്തതിൻ്റെ ദേഷ്യം ഇരട്ടിക്കുന്നു. അതേസമയം തന്നെ ഇവിടുത്തെ ബഹുമാനപ്പെട്ട ADGP അലക്സ് തോമസ് യാതൊരു തെളിവുമില്ലാതെ, ഒരു അറസ്റ്റ് വാറണ്ട് പോലും ഇല്ലാതെ എൻ്റെ കക്ഷിയെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകും. അറസ്റ്റ് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് ഗൗതം നിയമം ഓർമ്മപ്പെടുത്തുമ്പോൾ ADGPയും കൂട്ടരും നിരാശരായി പോകാനൊരുങ്ങുന്നു. ആ സമയം തൻ്റെ വാശിയും വൈരാഗ്യം തീർക്കാനുള്ള ഒരു ആയുധമായി ഗൗരി ഇതിനെ കാണുന്നു. അവസാന നിമിഷത്തിൽ താൻ ഗൗതം കൊല ചെയ്യുന്നത് കണ്ടു എന്ന് മൊഴി കൊടുക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ADGP എൻ്റെ കക്ഷി ഗൗതമിനെ അറസ്റ്റ് ചെയ്യുന്നു. യുവർ ഓണർ, ഇങ്ങനെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരാൾ സാക്ഷി പറയാൻ വന്നാൽ പിന്നെ വഴി കൂടി പോകുന്നവർക്കെല്ലാം ഇവിടെ വന്ന് സാക്ഷി പറയാമല്ലോ. യാതൊരു അടിസ്ഥാനവുമില്ലാതെയാണ് പോലീസ് ഇവിടെ സാക്ഷിപ്പട്ടികകൾ ഗൗരിയെ ചേർത്തിട്ടുള്ളതും പ്രതിപ്പട്ടികകൾ ഗൗതമിനെ ചേർത്തിട്ടുള്ളതും. യുവർ ഓണർ, ഒരാളുടെ വാശിയുടെയും വൈരാഗ്യത്തിൻ്റെയും പേരിൽ ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന ആഗ്രഹമുള്ളതുകൊണ്ടും എന്നാൽ യഥാർത്ഥ കുറ്റവാളി രക്ഷപ്പെടാൻ പാടില്ല എന്ന നിർബന്ധമുള്ളതുകൊണ്ടും എൻ്റെ കക്ഷി ഗൗതം ശങ്കറിനെ നിരപരാധിയെ കണ്ട് വിട്ടയക്കണമെന്നും
പ്രോപ്പറായിട്ടുള്ള അന്വേഷണത്തിന് ഈ കേസ് ഇപ്പോൾ അന്വേഷിക്കുന്ന അന്വേഷണ സംഘത്തിന് ക്രൈംബ്രാഞ്ചിലേക്ക് വിട്ടു നൽകണമെന്നും താഴ്മയായി അപേക്ഷിക്കുന്നു.